നമസ്കാരം. ജെ ഡി സിംഫണിയിൽ നിന്ന് ജിതേഷ് ദാമോദർ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മലയാളത്തിൻ്റെ രാക്കുയിലിൻ്റെ മുന്നിലാണ്. നമ്മുടെ മലയാള സിനിമയിലെ പ്രശസ്തയായ ഗായിക ബി അരുന്ധതി ടീച്ചറുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾക്ക് ഒന്ന് പോകാം. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ടീച്ചറുടെ ജീവിതത്തിലെ ആദ്യത്തെ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രിയദർശൻ സംവിധാനം ചെയ്ത രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന സിനിമയിൽ എത്ര പൂക്കാലമിനി എത്ര മധുമാസമിനി എത്ര നവരാത്രികളിൽ അമ്മേ എന്ന് തുടങ്ങുന്ന പാട്ട് മലയാളികൾ നെഞ്ചിലേറ്റിയ പാട്ടാണത്. അത് എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഈ റെക്കോർഡിംഗ് വേളയിൽ എത്ര ശ്രമകരമായിരുന്നു ആ പാട്ട് പാടാൻ? അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? റെക്കോർഡിങ് ആക്ച്വലി ഇത് ഫുള്ളി ഒരു ക്ലാസിക്കൽ ബേസ്ഡ് സോങ് ആണ്. ഫുള്ളി ഷൺമുഖപ്രിയ രാഗത്തിൽ. അപ്പോൾ എം ജി രാധാകൃഷ്ണൻ ആയത് കാരണം അദ്ദേഹം അറിയാലോ നല്ലൊരു കർണാട്ടിക് മ്യൂസീഷ്യനുമാണ്. അതുകൊണ്ട് ഒന്നാമത് ഡാൻസിൻ്റെയും കൂടെയാണ്. അപ്പോൾ പ്യുവർ ആ രാഗത്തിൽ ചെയ്തു. പിന്നെ ഞാനാണെങ്കിൽ ചെറുതിലെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതെനിക്ക് പഠിക്കാനും പാടാമെന്ന് വെച്ചാൽ ആക്ച്വലി ഹൈ പിച്ചാണ്. പക്ഷേ എനിക്കത് വലിയ പ്രയാസം തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ റെക്കോർഡിംഗ് ആകുമ്പോൾ നമ്മൾ മുകളിലൊക്കെ കുറച്ച് മൊത്തത്തിലൊന്ന് എടുത്തിട്ട് അന്നത്തെ രീതി അങ്ങനെ ആയിരുന്നു. തരംഗിണിയിൽ മുഴുവൻ ഓർക്കസ്ട്ര വെച്ചിട്ട് പാടിയിട്ട് പിന്നെ നമ്മുടെ പോർഷൻസ് എന്തെങ്കിലും മാത്രം നമ്മൾ ഒന്നുകൂടെ അത് പിന്നെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ഒരു ഏജിൻ്റെ ഇതൊക്കെ കാരണം വോയിസ് റേഞ്ചുള്ള വോയിസ് ആയിരുന്നു. പിന്നെ പറഞ്ഞ മാതിരി സ്വരങ്ങളും ഒക്കെ നമ്മൾ ട്രെയിൻഡാണ്. അത് കാരണം എനിക്ക് ഉദ്ദേശിച്ച അത്രയും പ്രയാസം തോന്നിയിരുന്നില്ല വാസ്തവത്തിൽ. രാവിലെ പോയി പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് സോങ് പഠിപ്പിച്ച് തന്നു. ഒരു 3-4 റിഹേഴ്സൽസ് എല്ലാം എടുത്തു. എന്നിട്ട് ഉച്ച കൊണ്ട് ഒരു എൻ്റെ ഓർമ്മ കേട്ടോ, അത് എത്ര വർഷമായി, 2-3 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. പിന്നെ എനിക്ക് മിക്സ് ചെയ്യേണ്ട പോർഷൻസ് അതുമാതിരി ജതി പോർഷൻസ് ഓരോരുത്തർക്കും കാണുമല്ലോ, വായിക്കുന്നവർക്കാണെങ്കിലും എന്നു വെച്ചാൽ ഒരുപാട് ട്രാക്കായിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അവരവരുടെ പോർഷൻസ് മിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് അവർ പിന്നെ മിക്സ് ചെയ്തു. അങ്ങനെ അന്നുകൊണ്ട് തന്നെ തീർന്നു. ഒരു 3-4 മണിക്ക് ഉള്ളിൽ തന്നെ തീർന്നു. അത് ഇത് പാടുന്ന സമയത്ത് ഇത്രയും ഈ പാട്ട് ശ്രദ്ധേയമാവുമെന്ന് അന്ന് കരുതിയില്ല. അന്ന് വളരെ ചെറുപ്പത്തിലായിരുന്നല്ലോ അല്ലേ? ചെറുപ്പമല്ല, ചെറുപ്പം മീൻസ് 22. അത് ചെറുപ്പം തന്നെയാണ്, അല്ല കുട്ടിയല്ലാന്ന് പറയാം. എന്താന്ന് വെച്ചാൽ ശ്രദ്ധേയമാ അല്ല. അന്ന് ക്ലാസിക്കൽ ബേസ്ഡ് സോങ് ഒന്നും അങ്ങനെ ഹിറ്റാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനും ഫുള്ളി ഇൻറ്റു ഒരു ഫിലിം ഫീൽഡ് അല്ല. എൻ്റെ ഒരു ഫാമിലി നേച്ചറൊക്കെ വെച്ചിട്ട് അപ്പോൾ വിളിച്ചു പാടി. അതിന് മുമ്പ് പാടിയിട്ടുണ്ട്. ആദ്യം ഞാൻ പാടിയത് നവംബറിൻ്റെ നഷ്ടമാണ്, പത്മരാജൻ സാറിൻ്റെ ഫിലിമിൽ. പിന്നെ ധീം തരികിടതോ, അത് കഴിഞ്ഞ് 3rd ഫിലിമാണിത് ആക്ച്വലി. അപ്പോൾ അന്ന് പാടിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫിലിം കാണാൻ പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ആ സീനും നല്ലൊരു ക്ലൈമാക്സ് തന്നെ ത്രില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ എല്ലാ സ്ഥലത്തും ഈ റെക്കോർഡ്സ് എല്ലാം ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കൊള്ളാമല്ലോ, ക്ലാസിക്കൽ സോങ് ഹിറ്റാന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അത് പിന്നെയാണ് അതിൻ്റെ ഒരു മഹത്വം ഞാൻ ശരിക്കും അറിഞ്ഞത്. ഇത്ര ഇതാണല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു രാക്കുയിൽ രാഗസദസ്സിൽ എന്ന സിനിമ 86-ലാണ് റിലീസ് ചെയ്തത്. ഈ പാട്ട് ഒരു വേറെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു പാട്ടാണ്. 87-ൽ സ്വാതി തിരുനാൾ എന്നുള്ള ഒരു സിനിമയിലേക്ക് വന്നു. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 20ഓളം പാട്ടുകൾ സ്വാതി തിരുനാളിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ചെറിയ പാട്ടുകളും വലുതായിട്ടും ഒക്കെ ആയിട്ട് 20ഓളം പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 4 പാട്ടുകളോ മറ്റോ ടീച്ചർ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിക്കൽ തലത്തിലേക്ക് 87-ലെ ക്ലാസിക്കൽ തലത്തിലേക്ക് വരുമ്പോഴുള്ള ആ മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാമോ? മാറ്റം സ്വാതി തിരുനാളിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല, മനസ്സിലായി. മാറ്റം ഇതൊന്നുമില്ല. ഇത് രണ്ടും ക്ലാസിക്കൽ തന്നെയാണ്. മറ്റേത് ശരിക്കും ട്രഡീഷണൽ. ഞാൻ അതിനകത്ത് പാടിയിട്ടുള്ളത് ഒരു പദവർണ്ണം സ്വാതി തിരുനാളിൻ്റെ സുമസായിക, അത് പിക്ചറൈസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ
എന്താണ് ഓമന തിങ്കൾ കിടാവ് ലാസ്റ്റ് പാടിയിട്ടുണ്ട്. പ്രാണനാഥൻ എനിക്ക് നൽകിയ അത് 4 ലൈൻ പാടിയിട്ടുണ്ട്. പിന്നെ അലർച്ചര പരിതാപം ഞാനും ദാസേട്ടനും കൂടെ. ഇതെല്ലാം പ്യുവർ പിന്നെ ക്ലാസിക്കൽ സ്വാതിരുന്നാളുടെ കൃതി പദം ഒക്കെയാണ്. പിന്നെ പദം മറ്റേ ഇത് പദവർണ്ണം സുമസായികയൊക്കെ അങ്ങനെയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ് ഇതിൽ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ MBS അദ്ദേഹം സാറിനോട് ചോദിച്ചു, ഇവിടെ ട്രിവാൻഡ്രത്ത് ക്ലാസിക്കൽ ഒക്കെ നല്ലോണം പാടുന്ന നല്ല റേഞ്ചുള്ള നല്ല വോയിസുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാറ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ MBS സാറിന് വോയിസ് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വാസുദേവൻ സാറ് വന്ന് ഒരു പഴയ റെക്കോർഡർ ഇങ്ങനെ നിൽക്കുന്നതല്ല, കിടത്തി ഉള്ള ഒരു പഴയ ടൈപ്പ് റെക്കോർഡർ, അതിനകത്ത് ഞാനെന്തോ ഭജന്മാരി എന്തോ ആണ് പാടിയെന്ന് തോന്നുന്നു. അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി. അദ്ദേഹം അമൃത ഹോട്ടലിലായിരുന്നു, ഇന്ന് ആ ഹോട്ടലില്ല. അപ്പോൾ അവിടെ അപ്പോൾ അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഫിക്സ് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ MBS എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തതും. ആ സുമസായിക പദവർണ്ണം വെച്ചാൽ പാടാൻ കുറച്ച് നല്ല പതിഞ്ഞ കാലം. ശരിക്കും നമ്മൾ ഒരു ക്ലാസിക്കൽ ഒരു നല്ലോണം കോറായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്. അപ്പോൾ ചെറുതിലെ തൊട്ട് എനിക്കത് വലിയൊരു ഭാഗ്യം ആണ്. അങ്ങനെയുള്ളത് കാരണം അത് പിന്നെ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി പാടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്ന് യേശുവിന് ശേഷം ഉള്ള നല്ലൊരു വോയിസ് എന്നൊക്കെ പറഞ്ഞു അന്ന് കൺസോളിൽ വെച്ചിട്ട്. അതൊക്കെ ഭയങ്കര സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്ക് വലിയ വിഷമം, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ MBS എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. ഞങ്ങളുടെ മാരേജിന് മുമ്പേ അദ്ദേഹം പോയി എന്നുള്ളതാണ് വലിയൊരു കഷ്ടമുള്ള കാര്യം. അപ്പോൾ രണ്ടും ക്ലാസിക്കലാണ്. പിന്നെ അതായത് ഇതാണെങ്കിലും പ്യുവർ ക്ലാസിക്കൽ സോങ് എത്ര പോക്കാലം, മറ്റേതിനകത്ത് മുഴുവൻ ക്ലാസിക്കൽ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ട്രാൻസിഷൻ അങ്ങനെ ഇതില്ല, എല്ലാം ക്ലാസിക്കൽ വിഭാഗത്തിൽ പെടുന്നതാണ്. എങ്കിലും അതിന്റെ പിച്ചിൽ ചെറിയൊരു വ്യത്യാസം, ഓരോ സോങ്ങിനനുസരിച്ച് പിച്ച് മാറും. ആ ഇതിൻ്റെ അതായത് അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്, സോങ്ങിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ പിച്ചിൻ്റെ ഇത് മാറും, അത്രയേ ഉള്ളൂ. ഈ രാക്കുയിലും രാഗസദസ് എന്നുള്ള വീണ്ടും ഞാൻ അത് ചോദിക്കണം. ആ പാട്ടിന് ശേഷം മലയാള സിനിമാ ഗാനരംഗത്ത് ഒരു പുതിയ പ്രതിഭയായിരുന്നു. പുതിയതെന്നല്ല, മൂന്നാമത്തെ പാട്ടെങ്കിലും ശ്രദ്ധേയമായ ഒരു പ്രതിഭയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനുശേഷം 2000 അതിലും പാട്ടുകളൊക്കെ ശ്രദ്ധേയമായിരുന്നു. അതെ, കിളിയെ കിളിയ നല്ല അതെല്ലാം വളരെ രസകരമായ, നല്ല ആസ്വദിക്കാൻ പറ്റിയ, മലയാളികളെ ഏറെ ആസ്വദിച്ച പാട്ടാണ് അതൊക്കെ. അതിനുശേഷം ഈ 2014 ശേഷം പിന്നെ ഒരു ടീച്ചറായിട്ടാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. അല്ല, എങ്കിലും അതുവരെയാണ് മലയാള സിനിമയിൽ എക്സ്ക്ലൂസീവ് ടീച്ചറായിട്ട് കാണുന്നത്, കുട്ടികളുടെ ടീച്ചറമ്മയായിട്ട്. ആ ഒരു മാറ്റം എങ്ങനെയാണ്, എന്താണ് അതിന് പറയുന്നത്? മാറ്റമേ ഇല്ല ആക്ച്വലി. പിന്നെ ഇത് വേറൊന്ന്, അത് വേറൊന്ന്. മറ്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു മ്യൂസിക് ലെക്ചറായിട്ട് കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ഞാൻ കോളേജിൽ പിന്നെ പഠിക്കുമ്പോഴേ പക്ഷേ മൊത്തം ഞാനൊരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് വന്നത്. എൻ്റെ അച്ഛൻ മ്യൂസീഷ്യനായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. അച്ഛൻ ഫിലിമിലൊന്നും പാടണമെന്ന് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇത് രാധാകൃഷ്ണൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പാടിയതായതൊക്കെ. അപ്പോൾ പിന്നെ അച്ഛന് നല്ലൊരു ജോലി കിട്ടി, വളരെ സമാധാനമായിട്ടൊരു ലൈഫ്, ഫാമിലി ലൈഫ്, അതായിരുന്നു അച്ഛന് താല്പര്യം. സിനിമയെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നായിരിക്കും. അതെ, അങ്ങനെയല്ല, അവർക്ക് അങ്ങനെ ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് കൊല്ലം SN വിമൻസ് കോളേജിൽ ജോലി കിട്ടി. അപ്പോൾ നല്ലൊരു ജോലിയാണല്ലോ. അപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്തു. അന്നോട്ട് തന്നെ ടീച്ചർ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് പ്രൊഫഷൻ. പിന്നെ ലൈറ്റൊക്കെ ഞാൻ പാടിയത് എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ്. പണ്ടൊക്കെ വീട്ടിൽ ഫിലിം സോങ്സ് പോലും കേൾക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. കച്ചേരികളൊക്കെ അച്ഛൻ ന്യൂസൊക്കെ കേൾക്കും. പണ്ടേ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ അതിനേക്കാളും ഒരു പിന്നെ റൂമിൻ്റെ നടുവിൽ സ്ഥാപിച്ച ഒരു
ഇതുണ്ടല്ലോ, ഒരു സ്റ്റാൻഡിലുള്ള ഒരു റേഡിയോ, റേഡിയോ, അതെ അതെ അതെ, പഴയ കാലഘട്ടത്തിൽ കേരിലൊക്കെ വെച്ച്. അതെ, അപ്പോൾ അത് നമുക്ക് ഒളിച്ചിരുന്നൊന്നും കേൾക്കാൻ പറ്റില്ല, ഒരു ഹോളിലൊക്കെയാണ്. ഇത് ആ പഴയ സ്റ്റാൻഡാണിത്. അപ്പോൾ അങ്ങനെ അച്ഛൻ ന്യൂസ് കേൾക്കും. അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഒളിച്ച് ഫിലിം സോങ്സ് ഒക്കെ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെയും പാട്ട് കേൾക്കുക, പാടുക എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പല ഫംഗ്ഷൻ പാടാൻ പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ സ്വന്തം നിലയിൽ പഠിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ കയറുക എന്നുള്ള എൻ്റെ ഒരു താല്പര്യം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഫിലിം ഫീൽഡിലൊന്നും എനിക്ക് ഹോപ്പില്ല മാനസികമായിട്ട്. അപ്പോൾ കോളേജിൽ കയറി. പിന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അറിയില്ല, നമ്മുടെ ബ്ലഡിലുണ്ടെന്നല്ല. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അപ്പോൾ എൻ്റെ അച്ഛൻ ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്കും എന്തോ അത് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിന് ഇടയ്ക്കൂടെയാണ് ഈ ഫിലിം ഇതൊക്കെ ആയത്. ഇടയ്ക്ക് ലീവ് എടുത്ത് ചെന്നൈയിൽ പോയി. അപ്പോൾ കുറച്ചുകൂടെ ഫിലിമിൽ പാടാൻ പറ്റി. അപ്പോൾ ഇതും അതും പാരലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഒരു സമയത്തിന് ശേഷം ഈ ഫിലിം മ്യൂസിക്കിൻ്റെ ട്രെൻഡൊക്കെ മാറിയപ്പോഴത്തേക്കും, മാത്രമല്ല കൂടുതൽ ഞാൻ ക്ലാസിക്കലിലെ കച്ചേരികളും അങ്ങനെയൊക്കെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ നാച്ചുറലി ഇതിന്ന് അങ്ങനെ വിട്ടു എന്നേ ഉള്ളൂ. പിന്നെ ഒരു ട്രെൻഡ് വന്നപ്പോഴത്തേക്കും പുതിയ കുട്ടികളുടെ പുതിയൊരു ജനറേഷൻ അങ്ങനെ അവരുടെ ഒരു ഇതായിപ്പോയി. അത് കാലത്തിൻ്റെ ഒരു മാറ്റം, അല്ലാതെ വേറൊന്നും പറയാനില്ല. അല്ല, പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചറുടെ മക്കളായ ചാരുവും ശ്രീകാന്തും പുതിയ കാലഘട്ടത്തിൻ്റെ സിംഗേഴ്സാണ്. അവർ ആ രീതിയിൽ വേറെ തരത്തിലാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യവും അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. ഒരുപാട്. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? അസൂയാണോ ആണോ നോക്കിക്കാണുന്നത്? ഒരിക്കലും ഇല്ല. എന്ന് വെച്ചാൽ അസൂയ ഞങ്ങൾ ഒരേ സ്റ്റേജ് അല്ലല്ലോ, രണ്ട് ജനറേഷൻ അല്ലേ. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നും കിട്ടാത്ത ആ സ്വാതന്ത്ര്യം ഞാനും ഹസ്ബൻഡും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഫീൽഡിൽ എങ്ങനെ വേണം. അത് ശരിക്കും പറഞ്ഞാൽ ചാരു BA MA സൈക്കോളജി റാങ്ക് ഹോൾഡറാണ്. കുറച്ച് നാൾ കാര്യവട്ടത് ഗസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് നാൾ ബാംഗ്ലൂരിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷേ അവൾക്കൊട്ടും പറ്റില്ല. അവൾ പെർക്കഷൻ, മ്യൂസിക് കമ്പോസിങ്, കൊന്നക്കോല്, പാട്ട്, ഇത് പാഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഇത് തന്നെയാണ് എന്നെക്കാളും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ജോലി എന്ന് പറയുന്ന ആ ഒരു ട്രാക്കുമായിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് എന്തായാലും ശരി ഫുള്ളി ഇതിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശ്രീകാന്തും ആർക്കിടെക്റ്റ് ആണ്, ആർക്കിടെക്ചർ ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സായതാണ്. അപ്പോൾ സംഗീത മേഖല മാത്രമല്ല ആർക്കിടെക്റ്റും കൂടിയാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ അവൻ പല റിയാലിറ്റി ഷോയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയ് സൂപ്പർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് ഫൈനൽ 5 വന്നപ്പോൾ AR റഹ്മാൻ അവനെ സെലക്ട് ചെയ്തത്. അപ്പോൾ അവനും ഇഷ്ടം ഫുള്ള് മ്യൂസിക് കരിയർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം ഞങ്ങൾ അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളത് ഫുള്ള് ഫ്രീഡം കൊടുത്തു. അപ്പോൾ അവരിപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, അത് ലൈഫ് എൻജോയ് ചെയ്യുന്നു. അതാണ്. ഇടയ്ക്ക് ആ വിശേഷങ്ങൾക്കിടയിൽ ഒരു പാട്ടിലേക്ക് പോകാം. പിന്നെ രാഘുവിലെ ആ പാട്ട് തന്നെ ആദ്യം പാടാം. അല്ലേ ആ പാട്ട് പാടാൻ എല്ലാവർക്കും പാടാൻ പറ്റില്ല. അത് എത്ര ശ്രമകരമാണ്. ഞങ്ങൾക്കൊന്നും പാടാൻ പറ്റില്ല. പിച്ചിനനുസരിച്ച് അർത്ഥഭംഗിയുള്ള പാട്ടുകൾ രചിക്കാൻ ONV അഗ്രഗണ്യനാണ്. അപ്പോൾ ONVയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് ONVയുടെ വരികൾ എന്ന് പറയുന്നതിൽ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ടീച്ചർ ONVയുടെ വരികളിലൂടെ പാടി ഉത്തരം എന്നുള്ള സിനിമയിലൂടെയാണ്. ആ പാട്ടും ONVയുടെ വരികളും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ടീച്ചർ? ആക്ച്വലി പിച്ച് എന്ന് പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു നീഡ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പിച്ച് ഡിസൈഡ് ചെയ്യുന്നത്. മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു വിഷൻ ബില്ലാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രാക്കുലിൻ രാഗസ്, അതൊരു ക്ലൈമാക്സ് ആണ്, ഒരു ചലഞ്ചിങ് ഒരു സോങ് മാതിരിയാണ്. അപ്പോൾ നല്ല ഹൈപ്പിച്ച് തന്നെ ഏറ്റവും മുകളിൽ നിൽക്കത്തെ കൊണ്ട് തന്നെ വരണം. ബാക്കിയുള്ളതൊക്കെ ആ പാട്ടിൻ്റെ സാഹിത്യത്തിൻ്റെ അനുസരിച്ചും
അതിൻ്റെ എക്സ്പ്രഷനാണ് കൂടുതൽ, അതിൻ്റെ പിച്ചല്ല ആക്ച്വലി. പിന്നെ പിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ വോയിസിൻ്റെ ക്വാളിറ്റി ഏത് പിച്ചിലാണോ ഫുൾ ആ ബ്യൂട്ടി വരുന്നത് അത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്ന വോയിസാണ് അപ്പോൾ ഇന്ന പിച്ചിൽ പാടാം, ഇന്നവർക്ക് മുകളിൽ പോകും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്രയും പോവില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുള്ള ഇത്, അതൊക്കെ ആ ഒരാളുടെ വോയിസ് ക്വാളിറ്റി അനുസരിച്ച് ആ റേഞ്ച് അതനുസരിച്ച് മ്യൂസിക് ഡയറക്ടർ തീരുമാനിക്കും. ഇപ്പോൾ വിദ്യാധരൻ മാഷ് തന്നെ നല്ല ഹൈ പിച്ചിൽ പാടുന്ന ഒരു ഡയറക്ടറാണ്, നല്ല മ്യൂസീഷ്യനാണ്.